സോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ സ്വന്തം സർവൈവൽ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെ വീടിൻ്റെ ഇത്ര പോലെ പണിയൊക്കെ തീർച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കി പണി എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ എനിക്കെന്തായാലും ഒരു ഷവലും ഒരു ആക്സും വേണം. കാരണം കഴിഞ്ഞ ഇവിടെ തന്നെ എൻ്റെ ആക്സും ഷവലും പൊട്ടിയായിരുന്നു. നമ്മളവിടെ ക്ലിയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഷവൽ പൊട്ടി. അതല്ലാണ്ട് ഞാൻ റൂഫ് വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് അറിയാണ്ട് വെച്ചു. അതൊക്കെ പൊട്ടിയ സമയത്ത് തന്നെ അടുത്ത ആക്സും പൊട്ടി. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പുതിയ ആക്സ് ഉണ്ടാക്കാം. സി എന്നൊക്കെ അടിച്ചു. അപ്പോൾ ഇപ്പം എനിക്ക് അത്യാവശ്യമായിട്ടുള്ളത് ആക്സാണ്. ഷവലും അത്യാവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഷവല് വെച്ച് നമുക്ക് മറ്റേ ഇത് വേണം, മണ്ണ് മാന്തണം. മണ്ണല്ല, മണൽ, മറ്റേ ഇത് സാൻഡ് വേണം നമുക്ക്. സാൻഡ് ഒരു ഷവൽ പുരട്ടെ. ഓക്കെ, ഞാൻ എന്തായാലും കുറച്ച് വുഡ് മാത്രം ഇട്ടാൽ എനിക്ക് വുഡ് മാത്രമായിട്ടേ വേണ്ടു. വുഡ് മാത്രം. ഞാൻ നേരത്തെ നിങ്ങളുടെ മുകളിലേക്ക് പോയേ, ഇതുവഴി പോയായിരുന്നല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് വുഡും കുറച്ച് സാൻഡ് സ്മെൽറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് വുഡൊക്കെ വെച്ച് തീർക്കാം. ഈ മരം ഞാൻ വെട്ടിയില്ലായിരുന്നല്ലേ. ഇത് മതിയാകത്തില്ല. ഒരു 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 4 1 2 3 കുറേ വേണ്ടി വരും. പോരാ, ഏകദേശം ഒരു 20 എണ്ണമെങ്കിലും വേണ്ടി വരും. ഇപ്പം തന്നെ 8 എണ്ണേ ഉള്ളൂ. വേഗം മറ്റേ അയൺ ആക്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി സ്പീഡ് ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ അയൺ കളയണമെന്നില്ല, എല്ലാം കൂടി ഒരുമിച്ചാക്കാൻ വിചാരിച്ചിരിക്കണം. ഞാൻ കേവിൽ പോകുന്ന പറഞ്ഞ് ടഫാണ്. ഞാൻ എന്തായാലും ഒരു ദിവസമൊക്കെ പോയിരിക്കും. ഒരു നാൾ ഞാൻ ആ കേവ് പോകും. എന്തായാലും 20 എടുത്തല്ലേ, ഒരു 40 എടുക്കാം. വൈറ്റ് ഇട്ടിട്ട് ഞാൻ എന്തായാലും ഫ്ലോർ ഇപ്പോഴേ ചെയ്യുന്നില്ല. ഫ്ലോർ നമുക്ക് കുറച്ചായിട്ട് ചെയ്യാം. എന്താ വെച്ചാൽ മടുത്തു. ഞാൻ ഏകദേശം ഈ ഒരു വേൾഡ് ചിലപ്പോൾ മൾട്ടിപ്ലെയർ കളിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു വേൾഡിനകത്ത് ചിലപ്പോൾ ഞാൻ മൾട്ടിപ്ലെയർ കളിക്കും, ചിലപ്പോൾ ഉറപ്പില്ല. ചിലപ്പോൾ ഞാൻ മൾട്ടിപ്ലെയർ കളിക്കും. നമ്മുടെ കൊമ്പൻ അപ്പെക്സിൻ്റെ കൂടെ ആയിരിക്കും മൾട്ടിപ്ലെയർ കളിക്കുന്നത്. സോ നമുക്ക് എന്തായാലും വീണ്ടും മരം വെട്ടിക്കൊണ്ടേയിരിക്കാം. മരം വെട്ടിക്കൊണ്ടേയിരിക്കും. വെട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ വെട്ടുന്നതിനനുസരിച്ച് നട്ടും വെക്കണം. അല്ലെ പിന്നെ ഈ മരം നോക്കിയിട്ട് നമ്മളൊന്നും ഒരൊറ്റ മരം ഇവിടെ കാണില്ല. പിന്നെ മരത്തിന് പിന്നെ എവിടെയൊക്കെ പോകേണ്ടിയിരുന്ന ആർക്കും അറിയില്ല. ഞാൻ ഇതുവഴിയായിരുന്നു പോകണ്ടേ. അങ്ങ് ടോപ്പിലൊരു കേവ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ചെറിയ കേവിൽ പിന്നെയും പോകാൻ നോക്കണം. എന്താ വെച്ചാൽ ചെറിയ കേവിൽ മോബ്സും കുറവായിരിക്കും. എന്താ വെച്ചാൽ എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ അവിടെ കുറച്ചായിട്ട് അയണൊക്കെ ഉണ്ടാവും. പക്ഷേ വലിയ കേവിൽ പോകുമ്പോൾ നമ്മൾ ആ കേവ് എക്സ്പ്ലോറും ചെയ്യണം. പോരായിട്ട് എന്താ പറയുക, നമ്മൾ കേവിൽ നിന്ന് ഇഷ്ടം പോലെ മോബ്സ് സ്പോൺ ആയിക്കണം. അവിടെ ടോർച്ച് വെച്ചില്ലെങ്കിൽ ആ ടൈമിങ്ങിൽ അവിടെ സ്പോൺ ആക്കും. അപ്പോൾ അതും വേറെ കുഴപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ കേവിലാണ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ടോർച്ച് എടുത്തിട്ട് പോകാൻ. കാരണം ചെറിയ കേവാണ്. അവിടെ ഒന്നും ഇല്ലെങ്കിൽ കഴിഞ്ഞാൽ വലിയ ഇൻഫിനിറ്റി കേവൊക്കെ ആണെങ്കിൽ നേരത്തെ പോയ അങ്ങനത്തെ കേവൊക്കെ ആണെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ടോർച്ച് എടുത്തിട്ട് പോകാൻ കഴിയത്തില്ല. കാരണം കുറേ ടോർച്ച് ഉണ്ടാക്കിയും വേണം. ഇനിയിപ്പോൾ അവിടെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ആ ടോർച്ച് എടുത്താൽ നമുക്ക് തിരിച്ച് പോകാനും പറ്റില്ല. ഇനി അത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തന്നെ അങ്ങോട്ട് ഒരിക്കലും പോകാൻ പറ്റില്ല. ഫുള്ള് മോബ്സും കൊണ്ട് നിറഞ്ഞിടും. ഇപ്പം തന്നെ കണ്ടില്ലേ ഇവിടെയൊക്കെ. എനിക്കാണെങ്കിൽ കുറേ ആളുള്ളൊരു സ്പോട്ട് ഞാൻ കണ്ടുപിടിച്ചു. ബട്ട് അവിടെ വിച്ചുണ്ട്. വിച്ചിൻ്റെ മുമ്പ് പെട്ടാൽ പിന്നെ അറിയാലോ, ആ സാധനം പിന്നെ കൊല്ലാണ്ട് വിടൂല. ഇതാണ് നോർമലുമാണ്. മറ്റേ ഈസിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്താലേ അത് ഇങ്ങോട്ട് ചെയ്യാൻ വരത്തുള്ളൂ. അതിപ്പോൾ ഞാൻ ഈയിടെ എങ്ങാണ്ടോ പിടിച്ചുള്ളൂ. പക്ഷേ ഈ നോർമലിലും ഹാർഡിലൊക്കെ ആണെങ്കിൽ എനിക്കങ്ങനെ തോന്നുന്നേ. നോർമൽ ഹാർഡിലൊക്കെ ആണെങ്കിൽ വിച്ചിനെ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലോ നമ്മളത് ചെയ്യാൻ വരും. അങ്ങനെ എനിക്ക് തോന്നുന്നു. അതോ എല്ലാത്തിലും അങ്ങനെ തന്നെയാണോ? വിച്ചിനെ ചെയ്താലും ഒന്നും ചെയ്യത്തില്ലേ? അറിയത്തില്ല. അല്ല, ചെയ്തില്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നു. എനിക്ക് അങ്ങനെ ആവണം. നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ മറ്റേ സോമ്പിനൊക്കെ കൊല്ലുന്ന സമയത്ത് വിച്ചൊന്നും നോക്കാണ്ടിരിക്കത്തില്ല. അത് വേറെ കാര്യം. അയ്യോ, മണ്ടത്തരം വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ,
ഇപ്പോൾ ഡോർ ഉണ്ടാക്കണം. 1 2 1 2 1 അയ്യോ 1 1 ഇത് പൊട്ടിച്ച് കളയണം. എന്നിട്ട് ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ലൈറ്റ് വെക്കണം. എന്നിട്ട് ഉള്ളിലേക്ക് വന്നിട്ട് ഇവിടെ ഒരു ലൈറ്റ് വെക്കണം. ഇവിടെ വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം നമ്മുടെ സ്വന്തം ബേസ് പണി തീർത്തു. മുഴുവനായിട്ടല്ല, ഇതെൻ്റെ ഫസ്റ്റ് ബേസാണ്. ഒരു പെർമനൻറ്റ് കുഴപ്പമില്ല. എനിക്ക് വേണ്ടത്ര സമയത്തൊക്കെ ഉപയോഗിക്കും. ഏയ് ഇവിടുന്ന് തോന്നി ഇനി എന്തൊക്കെ ചേരുന്നേ? നല്ല സാധനം എന്ത്? വാവ് പാട്ടി ഫന. ഞാൻ ഗ്ലാസ്സിനകത്തല്ല, ഗ്ലാസ്സിനകത്ത 5 ആയിട്ടുള്ളൂ. കിട്ടിയത് തൊട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് വരാം. സോ നമുക്ക് ഞാൻ എന്തായാലും എന്താ പറയുക, ഗ്ലാസ്സൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയല്ല. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നമ്മളത് വീടും കാണാനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഫുൾ പണിയും ഫ്ലോറും പിന്നെ ഡോറും ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നെക്സ്റ്റ് എപ്പിസോഡ് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ഗൈസ്.